ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? രാവിലെ എന്താ എണീറ്റ് കട്ടനൊക്കെ ഒന്ന് മൂവ് ചെയ്തിട്ടിട്ടുണ്ട് വെട്ടം കയറാനായിട്ടേ. അപ്പൊ രാവിലെ ഒരു ഗ്രീൻ ടീ കുടിക്കാൻ വെച്ചു. ഒരു ഡയറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ടേ ഇപ്പം അല്ലെങ്കിൽ രാവിലെ കട്ടൻ കാപ്പി കുടിക്കാമെന്ന് പഞ്ചസാരയൊക്കെ ഇട്ട്. ഗ്രീൻ ടീ ആകുമ്പോൾ പഞ്ചസാര ഒന്നും ഇടാതെ കുടിക്കാമല്ലോ. അപ്പോൾ രാവിലെ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ട്. ഇനി കുക്ക് ചെയ്യാനുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കല്യാണിക്കുട്ടി എന്നൊരു പണിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ കല്യാണിക്കുട്ടി പറഞ്ഞതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കണം. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇപ്പൊ എത്രയൊക്കെയാണില്ലേ, എപ്പോഴും ഈ ആത്മഹത്യാ ന്യൂസുകളാണ് കേൾക്കുക. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലെന്നേ. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ തന്നെ എപ്പോഴും കണ്ടെത്തുക. ജീവിതത്തിൽ എപ്പോഴും എല്ലാം നല്ലതായി നടക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു സങ്കടം ഉണ്ടാകാം എന്ന് കരുതി എന്ന് സങ്കടം ആകണമെന്നുമില്ല. അതുപോലെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് എന്ന് സന്തോഷമാകണമെന്നുമില്ല. നമ്മുടെ സന്തോഷങ്ങൾ എപ്പോഴും നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ കരുതുക ചിലപ്പോൾ നമുക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളെന്നായിരിക്കും. ചിലപ്പോൾ ചുറ്റിനും നോക്കുമ്പോൾ മനസ്സിലാകും നമ്മളെക്കാളും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ പെൺകുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച ജോലിയെ ചെയ്യൂ എന്നൊന്നും മാറി ചിന്തിച്ചാല് നിങ്ങൾക്കൊരു ജോലി കിട്ടും. അതായത് നിങ്ങൾക്കൊരു ചെറിയ വരുമാനം കിട്ടിയാലേ നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ ഞാൻ ഡിവോഴ്സായി ഞാൻ എങ്ങനെ ജീവിക്കും, ആ ഒരു ചിന്താഗതിയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് ചിന്തിക്കും, എനിക്ക് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നേ. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ ഈ ആത്മഹത്യക്ക് കുറയും. ഇപ്പം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾക്ക് ചിലവിനുള്ള ഒരു പൈസയെങ്കിലും ഒരു ചെറിയ ശമ്പളത്തിലെങ്കിലും നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ആത്മഹത്യക്ക് ഒന്നിനൊരു പരിഹാരം ആകില്ല എന്ന് തന്നെ ചിന്തിക്കുക എപ്പോഴും. രാവിലെ ഞാൻ കുക്കിങ്ങിലുള്ള പരിപാടിയിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ ഡയറ്റ് ആയപ്പോൾ തൊട്ട് എപ്പോഴും ചപ്പാത്തിയാണ്. പണ്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ചപ്പാത്തി കഴിക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പണ്ടില്ലേ എപ്പോഴും ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. ഇന്ന് ചോറ് കഴിച്ചില്ലല്ലോ, ചോറ് കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം അത് മാറി കേട്ടോ. എന്തായാലും ഒരു 68 കിലോ എന്നൊക്കെ ഒരു 65 കിലോ 64 കിലോ ഒക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ അറിയില്ല, ഒരു ദിവസം ഒന്ന് ഫുഡ് കഴിച്ചാൽ ഈ 64 എന്നുള്ളത് നേരെ തിരിച്ച് 65-ലെത്തും. അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഈ മുട്ടയവിയലാണ് ഉണ്ടാക്കിയത്. കടലക്കറിയും മുട്ടയവിയലും ചപ്പാത്തി. അപ്പോൾ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കടലക്കറിയും മുട്ടയവിയലും ഒക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ലഞ്ച് ഇന്നലെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വാങ്ങാനായിട്ട് നെക്സ്റ്റ് പോയപ്പോഴത്തേക്ക് ഈ പറയുന്ന ചെമ്മീൻ ഉണക്കക്കൊഞ്ച് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കക്കൊഞ്ച് ചമ്മന്തി അരയ്ക്കണം, പിന്നെന്താ തീയിൽ വെക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കക്കൊഞ്ച് ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കയറി. അപ്പോൾ ഉണക്കക്കൊഞ്ച് തീരെ പൊടിക്കൊഞ്ചായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് അതിൻ്റെ തലയൊന്നും കളയാനായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു ഇതിനകത്ത്. അപ്പം ഞാൻ നന്നായിട്ടത് കഴുകിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടി ഇട്ട് ഒന്ന് വാട്ടി, പിന്നെ തേങ്ങയുടെ ആ ഒരു നനവ് മാറാൻ വേണ്ടിയിട്ടേ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് ലാസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ ചമ്മന്തി അരച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ ഉണക്കക്കൊഞ്ച് വറക്കുന്ന സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അത്രയ്ക്ക് സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചമ്മന്തിയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്തില്ല. ഞാൻ ഇത് ഉണ്ടമുളക്, ഈ വറ്റൽമുളകാണ് ചേർത്തത്. അപ്പോൾ ഒരു കളറ്, ആ ഒരു ചമ്മന്തിയുടെ ആ കളറ് കിട്ടിയില്ല, കുറച്ച് ലൈറ്റ് കളറാണ് കിട്ടിയത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയും കൂടിയൊക്കെ ഇട്ട് ഞാൻ തേങ്ങയുടെ ആ ഒരു നനവൊക്കെ ഒന്ന് മാറ്റിയിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ചമ്മന്തി അരച്ചത്. ഇനി എനിക്ക് തീയിൽ വെക്കണം. ഇന്ന് കിഴങ്ങും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ള ഒരു തീയിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചമ്മന്തി അരച്ചിട്ട് ഞാൻ തീയലിനുള്ള പരിപാടിയിലേക്ക് കയറി. കൊച്ചുള്ളി സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴേ ഫോൺ എപ്പോഴും എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ കുക്കിംഗ് വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ മൂവീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാറ്.
എനിക്ക് തീയൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നൊരു സിമ്പിൾ പച്ചടി റെസിപ്പി കാണിച്ചു തരാവേ. അതായത് തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടി. അത് എപ്പോഴും ഇല്ല, ഞങ്ങൾ അരീക്കരയിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ അമ്മ ഇങ്ങനെ പച്ചടി ഉണ്ടാക്കാമായിരുന്നു. തക്കാളിക്ക് ഇട്ടും അല്ലെങ്കിൽ ഇതുപോലെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പച്ചടി ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുമ്പോൾ അതിന്. അങ്ങനെ ഇത് തീയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് പച്ചടിയും കൂടി വെക്കണം. ഞാൻ പച്ചടിയുടെ ഇത് പറഞ്ഞുതരാവേ എങ്ങനെയാണെന്ന്. എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താ ക്യാരറ്റും സവാളയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ പച്ചമുളകും നമ്മൾ ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റും സവാളയും എല്ലാം കൂടി ഒന്നിട്ട് വഴറ്റുക. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റേണ്ട, അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉപ്പ് പൊടിയും കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല, ഉലുവാപ്പൊടി ഇട്ടാൽ മതി. ഉപ്പ് ഉലുവാപ്പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പച്ചമണം ഒന്ന് അതിൻ്റെ മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തൈരും കൂടി ഇട്ടിട്ട് തീ ഓഫാക്കിയിട്ട് വേണേൽ തൈര് ഇടാൻ. നല്ല കട്ട തൈര് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പച്ചടി കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഇത്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ചെയ്ത് കേട്ടോ. അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ കല്യാണിക്ക് ഒന്നെങ്കിൽ മോര് വേണം, അല്ലെങ്കിൽ പുളിശ്ശേരി, അതായത് തൈര് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വേണം. അത് മാത്രം മതി ആൾക്ക് ചോറ് കഴിക്കാൻ. കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ കറിയൊന്നും ആൾ കൂട്ടില്ല. ഒന്നെങ്കിൽ ഇതുപോലെ പച്ചടി, അല്ലെങ്കിൽ പച്ചമോര്, അല്ലെങ്കിൽ മോര് കാച്ചിയത്, പുളിശ്ശേരി, അത് തൈര് വെച്ചിട്ടുള്ള എന്തെങ്കിലും വേണം ആൾക്ക്. അപ്പം ഞാൻ മീനും കൂടിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മീൻ, പച്ചടി, ഉണക്കമീനല്ലല്ലോ, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, പിന്നെ നമ്മുടെ തീയൽ. ഇതാണ് ഇന്നത്തെ ഊണിന്. കല്യാണിക്ക് ഞാൻ കുറച്ച് തീയലിൻ്റെ ചാറെടുത്തിട്ടുണ്ട്, മോരും ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനും ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. തീയലും മീൻ വറുത്തതും നമ്മുടെ പച്ചടിയും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയൊക്കെ ആയിട്ട് ഇന്നത്തെ ലഞ്ച് സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ കല്യാണി ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഈ മോരൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആളെ ഒന്ന് ചോറ് കഴിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ വൈകിട്ട് ആൾ ചോറ് കഴിക്കില്ല. ഈ ചപ്പാത്തി ഞാൻ ചില സമയത്ത് ന്യൂട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ തോന്നിയാൽ കഴിക്കും. അപ്പോൾ ഇന്ന് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഈ ഏത്തയ്ക്കപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഏത്തയ്ക്ക പുഴുങ്ങുന്നത് ഇഷ്ടമാണ്. ഏത്തയ്ക്കപ്പം ഉണ്ടാക്കില്ലേ, ഞങ്ങൾ നട്ട് ഏത്തയ്ക്കപ്പം എന്നാണ് പറയുന്നത്, വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെച്ചു ഇന്ന് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 2 ഏത്തയ്ക്ക ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് സ്റ്റാൻഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. എത്ര പണി പെട്ടിട്ടും അത് നടക്കുന്നില്ല. സ്റ്റാൻഡ് കാണാൻ പറ്റുന്നുണ്ട്, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും കൂടി ശരിയാവുന്നില്ലെന്നേ. കുറേ ആയി സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടേ. അപ്പം എങ്ങനെയായിരുന്നു ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ മറന്നുപോയി. അതിലിട്ട് കുറേ നേരം കിടന്ന് പടുത്ത് അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ സ്റ്റാൻഡ് മാറ്റിയിട്ട് വേറെ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചു. അങ്ങനെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ചൂട് ഏത്തയ്ക്കാപ്പവും ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ സാധാരണ ഇപ്പം 4 മണിക്ക് അങ്ങനെ കട്ടൻ ചായ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സ്നാക്സ് ഉണ്ടാക്കി കഴിക്കൽ ഇതൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പോൾ കുറച്ചായിട്ട്. ഇതിപ്പോൾ കല്യാണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂട്ടത്തിൽ നമുക്കും കഴിച്ചൊരു കട്ടനൊക്കെ കുടിക്കാമെന്ന് വെച്ച്. ഇനി ഏത്തയ്ക്കയല്ലേ നടുക്കൂടെ 2ആയിട്ട് മുറിച്ചിട്ട് അതിനെ വീണ്ടും 3ആയിട്ട്, ഓരോ മുറിനെ 3ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മൈദ കുറച്ച് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയാലും ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാറ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പരീക്ഷണത്തിനായിട്ട് ഒരു പ്രാവശ്യം മൈദയിൽ അരിമാവ് കൂടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ന്യൂസ് ഈ ആത്മഹത്യയെക്കുറിച്ചിട്ടാണ്. ഭർത്താവിൽ നിന്നുള്ള പീഡനം, ഭർത്ത വീട്ടിൽ നിന്നുള്ള പീഡനം, അമ്മായിമ്മ പോര്, നാത്തൂൻ പോര്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ ആത്മഹത്യ? ഇപ്പോൾ ഒന്നിനും ഒരു പരിഹാരമാവുന്നില്ലല്ലോ. ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ ഡിവോഴ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനിയും അമ്മായിമ്മ നാത്തൂൻ പോരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഒന്നുകിൽ മാറി താമസിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ശരിക്കും ഇവർ ചിന്തിക്കേണ്ടത് നിങ്ങളെപ്പോലൊരു പെൺകുട്ടി തന്നെയാണ് ആ വീട്ടിലേക്ക് വന്ന് കയറുന്നത്.
അപ്പോൾ ആ കുട്ടിക്കും ഉണ്ട് ജീവിക്കാനുള്ള അവകാശങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അല്ലേ. അപ്പം ഇനിയിപ്പം എനിക്ക് ആത്മഹത്യ എന്ന ചിന്ത എപ്പോഴും മനസ്സിൽ നിന്ന് മാറ്റുക. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ചിലപ്പോൾ നമുക്ക് പലർക്കും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും സന്തോഷം കിട്ടുന്നത്. നമുക്ക് പെറ്റ്സില്ലേ, അതായത് ഡോഗ്, ക്യാറ്റ് അല്ലെങ്കിൽ ബേർഡ്സ്, ഇതിനൊക്കെ വളർത്തുമ്പോഴത്തേക്ക് അതിനോട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കാം. ഇല്ലെങ്കിൽ ചെടികളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് അതിനെ ഇങ്ങനെ കെയർ ചെയ്ത് വളർത്തിയെടുക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കും. ചിലർക്ക് ചിത്രം വരയ്ക്കുമ്പോൾ ഹാപ്പിനെസ് തരും, ചിലർക്ക് ഡാൻസ് ചെയ്യുമ്പോൾ, പാട്ട് പാടുമ്പോൾ, ഇങ്ങനെ പലർക്കും പല കാര്യങ്ങളിലായിരിക്കും സന്തോഷം കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അതൊക്കെ ചെയ്യുക. പിന്നെ ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്നേ. നിങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ച് ഒന്ന് കയറാൻ ശ്രമിച്ചു നോക്കി, ഈ ആത്മഹത്യ എന്നുള്ള ചിന്തയൊക്കെ മാറ്റിയിട്ട്. പിന്നെ ജീവിതത്തിൽ നിങ്ങളെ തോൽപ്പിക്കാനേ ആർക്കും കഴിയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫാമിലി സപ്പോർട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയോട് ഷെയർ ചെയ്യാം. ഇനി നിങ്ങളെ മനസ്സിലാക്കാൻ ആരും ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളൊരു മിററിൻ്റെ മുന്നിൽ, ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഞാൻ തോൽക്കില്ല, ഞാൻ ജീവിക്കും, ഞാൻ സ്ട്രോങ് ആയിട്ട് ജീവിക്കും, ഞാൻ ബോൾഡായിട്ട് ജീവിക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങളുടെ ഈ ആത്മഹത്യ എന്നുള്ള ചിന്തകളൊക്കെ മാറി നിങ്ങൾ നല്ല ബോൾഡായി സ്ട്രോങ് ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. എന്തായാലും ജീവിതം നമുക്ക് ആർക്കും വേണ്ടി നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല, നമുക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, നമുക്കും ജീവിക്കാനുള്ളതാണ്. അപ്പോൾ ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ മരിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ. അപ്പോൾ എന്താ, ഞാനെൻ്റെ കുക്കിങ്ങിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഇങ്ങനെ അത് ഏത്തയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് മാവൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്ന് ആ മാവിൽ മുക്കി ഏത്തയ്ക്കൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഞങ്ങളിപ്പം എനിക്ക് നാട്ടിൽ വെച്ചായിരുന്നു ചായ കുടിക്കലൊക്കെ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. അപ്പോൾ ചായ കുടിക്കണമെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് വേണേ. അപ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മ ഇന്ന് ചായക്ക് എന്താ കടി, ചായക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ മാത്രമേ ചായ കുടിക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഇന്നതൊന്നുമില്ല, ചിലപ്പോൾ ബിസ്ക്കറ്റോ റസ്കോ അല്ലെങ്കിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും മതി, അന്നല്ലേ ചായ കുടിക്കാൻ പറ്റൂ. ചായ ഭയങ്കര ഒട്ടും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പം പിന്നെ ഈ കട്ടൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ കുടിക്കാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് കട്ടൻ കാപ്പി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച് ബ്ലാക്ക് ടീ ഞാൻ കുടിക്കാറേ ഇല്ലായിരുന്നു, പക്ഷേ ബ്ലാക്ക് കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പക്ഷേ ഇപ്പം ഞാൻ ബ്ലാക്ക് കോഫി ഭയങ്കര അഡിക്റ്റഡ് ആയതുകൊണ്ട് ബ്ലാക്ക് കോഫിയൊക്കെ ഒന്ന് കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് എപ്പോഴും, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം നാട്ടിൽ പോയ സമയത്താണ് മൂന്നാറിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ബ്ലാക്ക് ടീ കിട്ടി. ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബ്ലാക്ക് ടീൻ്റെ ഒരു ഫാനായി മാറിയത്. അതിനകത്ത് എന്തോ ജിഞ്ചറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഞാനിപ്പോൾ എപ്പോൾ ബ്ലാക്ക് ടീ ഇട്ടാലും ജിഞ്ചർ ഇഞ്ചി ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടാക്കുകയെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാനിപ്പോൾ ബ്ലാക്ക് ടീക്ക് ഭയങ്കര ഫാനായി മാറി. അതായത് ഇങ്ങനെ ജിഞ്ചറൊക്കെ ഇട്ടുണ്ടാക്കുന്ന ബ്ലാക്ക് ടീക്ക് ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു ജിഞ്ചറിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രസമാണ് ആ ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ കട്ടൻ ചായയിൽ അല്ലെങ്കിൽ ജിഞ്ചർ വാട്ടർ, ഇഞ്ചി വെള്ളം അല്ലെങ്കിൽ ഇഞ്ചിയിട്ട കട്ടൻ ചായ, ഇതൊക്കെ രാവിലെ കുടിക്കുമ്പോഴത്തേക്കില്ലേ എന്തോ നമ്മുടെ ബോഡിയിലെ നീർക്കെട്ടുകൾ കുറയും എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നല്ല വെയിറ്റ് വെച്ച് അങ്ങനെയായിരുന്നു നാട്ടിൽ പോയത്. പക്ഷേ ഇത് ഞാൻ ഒരു 2 ആഴ്ച കുടിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഡബിൾസിൻ്റെയൊക്കെ കുറച്ച് റെഡ്യൂസ് ആയതുപോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല സത്യമാണോ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. കാരണം ഞാൻ ഇവിടെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കായിരുന്നു. അങ്ങനെ എനിക്ക് നന്നായിട്ട് ഡബിൾസിനൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തത് ഈ ജിഞ്ചർ ടീ കുടിച്ചപ്പോഴായിരുന്നു. ഞാൻ അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല, ഡയറ്റ് പോലും ചെയ്തിട്ടില്ലായിരുന്ന സമയത്ത്. അത് മാത്രം രാവിലെ എന്നും കുടിക്കുമായിരുന്നു. എനിക്കറിയില്ല അതുകൊണ്ടാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഏത്തയ്ക്കാപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ഞാൻ പറഞ്ഞ ജിഞ്ചർ ടീയും കൂടി ഇടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ജിഞ്ചർ ടീ. അപ്പം ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കെറ്റിലിൽ ചൂടുവെള്ളം തിളപ്പിക്കും. അതിനകത്ത് ജിഞ്ചറും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ പഞ്ചസാരയും തേയിലപ്പൊടിയും കൂടി ഒരു പാത്രത്തിലിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക ചെയ്യാറ്. അല്ലാതെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാറില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതും കൂടി ആക്കിയിട്ട് വേണം. കല്യാണിൻ്റെ പപ്പി നല്ല ഉറക്കത്തിലാണിപ്പം. അപ്പം ഇതൊന്ന് ആക്കിയിട്ട് വേണം അവരെ പോയി വിളിക്കാനും കൂടി. അപ്പോൾ ഞാൻ ഇത്രയുള്ളൊരു ഇഞ്ചി, ഇവിടുത്തെ ഇഞ്ചിക്കില്ലേ തീരെ ക്രാണമില്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതായത് ഭയങ്കര ആ ഒരു ഇഞ്ചിയുടെ ഒരു കുത്തലില്ലേ, അത് തീരെയില്ല.
വളരെ കുറവാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു ഇതിൻ്റെ പകുതി ഇഞ്ചി ഇടുവാണെങ്കിൽ ഇവിടെ ഇഞ്ചി എടുക്കുമ്പോൾ ഇത്രയും വലിയൊരു പീസ് എടുക്കണം, എന്നാലേ ആ ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി ആ വെള്ളത്തിലിട്ട് ആ വെള്ളം തിളപ്പിച്ചെടുക്കുക ചെയ്യാറ്. അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് ടീ കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസ് കേട്ടായിരുന്നു, എന്നും ഇങ്ങനെ ഇഞ്ചി നീര് അല്ലെങ്കിൽ ഇഞ്ചി കുടിക്കുന്നത് നല്ലതല്ല എന്നിങ്ങനെ കണ്ടായിരുന്നു. എനിക്കറിയില്ല. എന്നാലും ഒരു പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമാണ്. ഇങ്ങനെ ജിഞ്ചർ ടീ കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ജിഞ്ചറിട്ട വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ദാണ്ടെ ഒരു മഗ്ഗിലേക്ക് ഇനി തേയിലയും പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അരിച്ച് നമുക്ക് ആവശ്യമുള്ള കാപ്പി എടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇതാ നല്ല കട്ടൻ ചായയും പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഏത്തക്കാപ്പം. അപ്പോൾ ഇതാ ഇനിയിപ്പം നമുക്ക് 4 മണിയുടെ കട്ടൻ കാപ്പിയും ഏത്തക്കാപ്പവും ഒക്കെ കഴിക്കാം. അപ്പം ഞാനിനിയും പോയിട്ട് മനുവിനെയും കല്യാണിയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കട്ടെ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കാപ്പം റെഡിയാണ് കേട്ടോ. This is very early in the morning. It's my birthday! George, wake up, it's my birthday! അങ്ങനത്തെ ഞങ്ങളുടെ 4 മണിയുടെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണിക്കുട്ടിയാണെങ്കിൽ ഇതാ ഇവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ശരി, ഓക്കെ, ബൈ.